ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് അടുക്കവെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ബി ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും സംസ്ഥാന പദവി തിരിച്ചുകൊണ്ടുവരുമെന്നും രാഹുൽ വ്യക്തമാക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ പങ്കാളിത്തത്തോടെ തന്റെ പാർട്ടി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് രാഹുൽ ജനങ്ങൾക്ക് ഉറപ്പു നൽകി. തിരഞ്ഞെടുപ്പോടെ ഇവിടെ തന്റെ പാർട്ടിയുടെ സഖ്യ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണെന്നും ലോക്സഭ പ്രതിപക്ഷ നേതാവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 2 തെരഞ്ഞെടുപ്പ് റാലികൾ അഭിസംബോധന ചെയ്യും. 10 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഏറെ നിർണായകരമാണ്. ആർട്ടിക്കിൾ 320 എടുത്തു കളഞ്ഞതിനു ശേഷം ജമ്മു കാശ്മീർ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന റംബാൻ ജില്ലയിലെ ബനിഹാൽ നിയമസഭ മണ്ഡലത്തിന്റെ ഭാഗമായ സകൽദാനിൽ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെ: നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ബി അതിന് തയ്യാറായില്ല. ബി ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരിച്ചുകൊണ്ടുവരുന്നത് അവർ ഉറപ്പാക്കുമെന്നും അതിനായി ഇന്ത്യ സഖ്യത്തിന്റെ ബാനറിന് കീഴിൽ ഞങ്ങൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു. ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു സംസ്ഥാനത്തിന് അതിന്റെ സംസ്ഥാന പദവി നഷ്ടമാകുന്നത്. നേരത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ സംസ്ഥാനങ്ങളായി രൂപാന്തരപ്പെട്ടിരുന്നാലും സമ്പത്തും തിരിച്ചു പിടിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ സർക്കാർ ഒഴിവുകളും നികത്തുമെന്നും ഉദ്യോഗാർത്ഥികളുടെ പ്രായം 40 വയസ്സ് വരെ നീട്ടുമെന്നും ദിവസവേതനക്കാരെ ക്രമപ്പെടുത്തുമെന്നും കോൺഗ്രസ് ദേശീയ പ്രകടന പ്രക്രിയയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള തന്റെ 4000 കിലോമീറ്റർ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ചും രാഹുൽ ഗാന്ധി പരാമർശിച്ചിരുന്നു. വിദ്വേഷം വിഴുങ്ങിയ ചന്തയിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കണം എന്ന മുദ്രാവാക്യം അവർ ഉയർത്തി. RSSും BJPയും രാജ്യത്ത് അക്രമവും വിദ്വേഷവും ഭയവും പ്രചരിപ്പിക്കുകയാണെന്നും 2 ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അവർ വിദ്വേഷം പ്രചരിപ്പിക്കാൻ പ്രവർത്തിക്കുന്നു, സ്നേഹം പ്രചരിപ്പിക്കുക എന്നാണ് ഞങ്ങളുടെ ജോലി. അവർ വിഭജിക്കുന്നു, ഞങ്ങൾ ഒന്നിപ്പിക്കുന്നു. വിദ്വേഷത്തിന് പകരം സ്നേഹം വരുമെന്ന് നിങ്ങൾക്കറിയാം. വെറുപ്പിന് വെറുപ്പ് കൊണ്ട് പരാജയപ്പെടുത്താനാവില്ല. സ്നേഹത്തിന് വെളുപ്പിനെ തോൽപ്പിക്കാൻ മാത്രമേ കഴിയൂന്ന് രാഹുൽ വ്യക്തമാക്കി. പ്രദേശത്തിന്റെ സൗന്ദര്യത്തെ പ്രശംസിച്ച ഗാന്ധി തിരഞ്ഞെടുപ്പിന് ശേഷം കുറച്ച് ദിവസങ്ങൾ അവിടെ ചെലവഴിക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. 3 ഘട്ടങ്ങളായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 18-ന് ആരംഭിക്കും. മുൻ സംസ്ഥാനം 2ആയി വിഭജിച്ചതിനു ശേഷം ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിന്റെ പ്രത്യേക പദവിയും 2019 ആഗസ്റ്റിൽ BJP സർക്കാർ റദ്ദാക്കിയിരുന്നു.